ഹലോ, ചിങ്ങ ഒന്ന് പുതുവത്സരാശംസകൾ എല്ലാവർക്കും. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? ഞങ്ങൾ വളരെ ഹാപ്പി ആയിരുന്നു കേട്ടോ. ഞങ്ങൾ രാവിലെ മണ്ണാർശാലയിലേക്കൊന്ന് പോവാണ്. അപ്പോൾ ഞങ്ങൾ ഹരിപ്പാടുകാരാണ്, ആലപ്പുഴ ഹരിപ്പാട്. അവിടെയാണ് മണ്ണാർശാലയുള്ളത്, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇവിടെ വരാൻ ഒരു കാരണങ്ങളുണ്ടായിരുന്നു. ഇന്ന് ഞായറാഴ്ച പൊതുവേ തിരക്കായത് കാരണം ഞങ്ങൾ അങ്ങനെ ഇറങ്ങാറില്ല, അടുത്തായതുകൊണ്ടും ഇടയ്ക്ക് പോകാമല്ലോ. ഇന്ന് പ്രധാന കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, കോട്ടയംകാരി, നീതൂസിനൊരു ചാനലൊക്കെ ഉണ്ട് കേട്ടോ, നീതു മധുര എന്നാണ് പേര്. അപ്പോൾ അദ്ദേഹം വരുന്നുണ്ടായിരുന്നു, ഒന്ന് കാണാൻ കുട്ടിപ്പട്ടാളത്തിനെയൊക്കെ കണ്ട് സന്തോഷമായി. അപ്പോഴാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ചേട്ടൻ്റെയൊക്കെ വീട്ടിലോട്ട് പോകണമെന്ന്. അങ്ങനെ ചിങ്ങ ഒന്നിന് എല്ലാവരും കൂടി ഒന്ന് കൂടി കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞു വിട്ടുപോയതായിട്ടോ. അപ്പോൾ ഞങ്ങൾ വലിയ ഏട്ടൻ്റെ വീട്ടിലേക്കാണ് പോയത്. ഇവർ 3 പേരാണ് കേട്ടോ. എൻ്റെ ഹസ്ബൻഡ് പേറ്റയിലയാണ് അദ്ദേഹം. ഇത് മൂത്ത ഏട്ടൻ്റെ വൈഫും മോളുമാണ് കേട്ടോ. ചേച്ചി സന്തൂർ മമ്മി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അതിൻ്റെ നാളമൊക്കെയാണ് ഈ കാണിക്കുന്നത്. പിന്നെ ഇത് രണ്ടാമത്തെ ചേച്ചി, രണ്ടാമത്തെ ചേട്ടൻ്റെ ഭാര്യയാണ്. ചേച്ചി ടീച്ചറാണ്, ഹൈസ്കൂൾ അധ്യാപികയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കുറേ നാളായി കേട്ടോ ഇങ്ങനെയൊന്ന് കൂടിയിട്ട്. ഭയങ്കര സന്തോഷമാണ് എനിക്ക് ഭയങ്കര സന്തോഷമാണ് അങ്ങോട്ട് ഏട്ടൻ്റെ വീട്ടിലോട്ട് പോകുമ്പോൾ. അങ്ങനെ എല്ലാവരും കൂടെ ഒത്തിക്കൂടി. ഇതെന്താ കാര്യം എന്നറിയാമോ? എൻ്റെ ചേച്ചി, ഈ മൂത്ത ചേച്ചിയുടെ മൂത്ത ഒരാളുണ്ട്, ചേച്ചി നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോവാണ്. അപ്പോൾ അതിന് മുന്നേ ഓണത്തിനൊന്നുമില്ല. അപ്പോൾ എന്താ എല്ലാവരും കൂടി ഒന്ന് കൂടിയേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുവരെ ആൾ വന്നിട്ടില്ല, ഇപ്പം വരും. അത് രസമാണ് കേട്ടോ. ചേച്ചി എല്ലാവരും കൂടെ എന്ത് രസമാണെന്നറിയാം. ഇത് നമ്മുടെ അമ്മപ്പടയാണ്. ഇത് മൂത്ത ചേച്ചിയുടെ അമ്മയാണ്. അത് എൻ്റെ അമ്മായിയമ്മ എന്നൊന്നും പറയുന്ന അമ്മയ്ക്ക് ഇഷ്ടമല്ല, സ്വന്തം അമ്മയാണ്. ഇത് നമ്മുടെ പപ്പ, ഡാഡി, ആശ ചേച്ചിയുടെ ഡാഡിയാണ്. ഇത് നമ്മുടെ സ്വന്തം അച്ചാച്ചൻ, ഭയങ്കര വാത്സല്യം തരുന്ന നമ്മുടെ സ്വന്തം അച്ചാച്ചൻ. കണ്ട, ആ സമയം അങ്ങ് മുതലാക്കി. പിന്നെന്താ, കുറേ വന്നിട്ടുണ്ട്, എല്ലാവരും വന്നിട്ടുണ്ട്. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ചേച്ചി ക്യാമറയൊക്കെ തൂക്കിയാണ് വന്നത്. അപ്പം പിന്നെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. കണ്ട, ചേച്ചി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങ് പോകുമ്പോൾ ഇതൊക്കെ കാണാം, മെമ്മറീസ് ഇങ്ങനെ വേണമല്ലോ. അപ്പോൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞാൻ പകർത്തി യൂട്യൂബിലിടാൻ കുറേ റീൽസും ഒക്കെ എടുത്തു, ഷോർട്ട് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഇതാ സദ്യയായി, അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. ഒരു ഒന്നൊന്നര സദ്യ എന്ന് പറയാനോ. ഞാൻ കുറേ നാളിന് ശേഷം ഇത്രയും ഫുഡ് കഴിച്ചത്. ഇപ്പോഴാണ് എനിക്ക് മിസ്സായത്. എനിക്ക് ഭയങ്കര മിസ്സിങ് ആയിരുന്നു കേട്ടോ നന്ദൂസിനെയും കുഞ്ചൂസിനെയും. നന്ദൂസ് ആരാന്ന് വെച്ചാൽ രണ്ടാമത്തെ ചേട്ടൻ്റെ മോനാണ് കേട്ടോ. എൻ്റെ പഴയ സൺഡേ വ്ലോഗ് എടുത്ത് നോക്കിയാൽ അതിനകത്തുണ്ട് ആൾ. ഇപ്പോൾ വലുതായി, +2കാരനായെന്നേ. പനിയായിപ്പോയി അവന്. കുഞ്ചൂസ് എന്ന് പറഞ്ഞാൽ സന്ധ്യ ചേച്ചിയുടെ, അതായത് എൻ്റെ മൂത്ത ചേച്ചിയുടെ മോനാണ്. അവനും ഇല്ലായിരുന്നു. ഫുഡൊക്കെ ഞാൻ ആസ്വദിച്ച് കഴിച്ചിട്ടോ. ഞാൻ പറഞ്ഞില്ലേ, കുറേ നാളായി ഞാൻ ഫുഡ് ഇതുപോലെ കഴിച്ചിട്ട്. അടുത്ത സെക്ഷൻ അത് നമ്മുടെ ധനീഷൂട്ടനാണ് കേട്ടോ. നമ്മുടെ ഫാമിലിയിൽ ഭയങ്കര ഇഷ്ടത്തോടെ നമ്മുടെ എല്ലാ കാര്യത്തിനും ഓടി വരുന്ന ഒരാളാണ് ധനീഷ്. അദ്ദേഹമാണ് നമ്മുടെ ക്യാമറാമാൻ. അങ്ങനെ അവസാനം എല്ലാവരും കൂടെ ഒരു ഫോട്ടോ സെക്ഷനും വീഡിയോ സെക്ഷനും ഒക്കെ ആയിരുന്നു. ഞാൻ പറയുന്നുണ്ടായിരുന്നു എനിക്ക് യൂട്യൂബിൽ ഇടാൻ വീഡിയോ വേണമെന്ന്. അപ്പം അങ്ങനെ ആർപ്പുവിളിയൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ഓണക്കാലം. അല്ലേ, ഇത് തുടക്കമാണ്. എന്നാലും ഇങ്ങനെ കുറേ നാളായി കൂടിയിട്ട്. അപ്പം അതിൻ്റെ ഒരു സന്തോഷം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അങ്ങനെ കേട്ടോ.
ഇതെല്ലാം കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടമായി. പിന്നെ ഏട്ടൻ്റെ കുടുംബ വീട്ടിലും കൂടെ കയറിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് കേട്ടോ. ഇത്തിരി സമയം ഇരുന്നുള്ളൂ, അവിടെ മോന് പനിയില്ലേ, അതുകൊണ്ട് ഞങ്ങളിനി ഇറങ്ങി. പിന്നെ പരീക്ഷയാണ്, അപ്പോൾ അതുകൊണ്ട് ഇനി പെട്ടെന്ന് ഇറങ്ങി കേട്ടോ. കുറച്ച് സമയം ഇരുന്നുള്ളൂ. പിന്നെ വഴിയിൽ നിന്നൊക്കെ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഭയങ്കര ഇഷ്ടമാണ് ആളിന്, അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ കണ്ടില്ലേ, ന്യൂട്രീഷൻ ഫുഡ്, അതായിരുന്നു രാത്രിയിൽ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഒരു ദിവസം ഹാപ്പി ആയിട്ട് കഴിഞ്ഞു. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.